കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി കോടതിയും മൊഴി കൊടുത്തോണ്ടിരിക്കുകയാണ്. പല്ലവി താൻ അനുഭവിച്ച പീഡനങ്ങൾ ഒരു രാത്രി പോലും ഇന്ദ്രനോടൊപ്പം കഴിഞ്ഞില്ല. പക്ഷെ ആ മണിക്കൂറുകൾക്കുള്ളിൽ താൻ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചൊക്കെ കോടതിയുടെ മുന്നിൽ വെളിപ്പെടുത്തുവാണ്. കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് പല്ലവി പറഞ്ഞു, എനിക്ക് നീതി ലഭിക്കണം. എന്നെ പോലൊരു പെണ്ണിന് അല്ലെങ്കിൽ ജീവനോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ അന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം ഞാൻ മരിച്ച മണ്ണിനടിയിലായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ മൊഴി പറയാനായിട്ട് ഞാനിവിടെ കാണില്ലായിരുന്നൊക്കെ പല്ലവി പറയാണ്. ആ സമയത്ത് കാട്ടൂരാൻ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. കാരണം ഒരു മണിക്കൂർ തികച്ച് ഇവരുടെ ഭർത്താവിനോടൊപ്പം ജീവിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നേ? അയാളോടൊപ്പം ജീവിക്കാതെ ഇവരെങ്ങനെയാ തിരിച്ചറിയണേ എന്നൊക്കെ ഇങ്ങനെ കാട്ടൂര വക്കീൽ വാദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, ഞാൻ അയാളോടൊപ്പം ഒരു രാത്രി കഴിഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ഇതേ ഒരു മണിക്കൂർ തികച്ചു വേണ്ട. കാരണം അയാൾ എത്ര വൃത്തികെട്ടാനാന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു. ഒരു പരീക്ഷണ വസ്തു ആക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. ഞാൻ അതിനെ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയുള്ളവരാണ്. അവര് സ്വന്തമായിട്ട് ജോലി നേടി അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അത് മാത്രമല്ല, അവരെ അങ്ങനെ അടിമകളായിട്ട് തളച്ചിടാനും സാധിക്കില്ല. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് ഞാൻ. എനിക്കിവിടെ നീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമൂലം പല പെൺകുട്ടികൾക്കാണ് അവരുടെയാണ് ജീവിതം രക്ഷപ്പെടാനായിട്ട് പോകുന്നത്. എന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. കാരണം ഇങ്ങനെ പീഡനം അനുഭവിച്ച് വീടിന്റെ അകത്തളത്തിൽ അകപ്പെട്ടു പോയ കുറേ അധികം പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല്ലവി ബാധിക്കുകയാണ്. അവസാനം പല്ലവി പറഞ്ഞ്, എനിക്ക് നീതി ലഭിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പല്ലവി കൈകൂപ്പിന്ന് കരയുവാണ് കോടതിക്ക് ഉള്ളിൽ നിന്നിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഊർമിളയ്ക്ക് സേതുവിന്റെ എല്ലാം ജഡ്ജ് കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുവാണ്. ഇന്ദ്രനാകപ്പാടെ പെട്ടുപോയി. കാട്ടൂരാൻ വക്കീലിന്റെ തല കുനിഞ്ഞുപോയി. വക്കീലിന് മനസ്സിലായി ഈ കേസ് തോൽക്കൂന്നുള്ള കാര്യം. ഇന്ദ്രന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കോടതിയെ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇന്ദ്രൻ പറഞ്ഞു, നീ എനിക്കെതിരെ മൊഴി കൊടുക്കാൻ വന്നില്ലേ? അപ്പൊ എന്റെ ഭീഷണി ഒന്നും നീ വകവെച്ചില്ല അല്ലേന്ന് ചോദിക്കാണ്. തന്റെ ഭീഷണിയോ? അതിന് ഞാൻ തന്റെ ഭീഷണി എന്തിനാ വകവെക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യം ഒന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, താനൊന്ന് ആലോചിച്ചു നോക്കേ. എന്റെ ജീവിതം ഒറ്റ ദിവസമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചവനാ നിങ്ങള്. പിന്നെ തനിക്ക് വേണ്ടിയിട്ട് ഞാൻ മൊഴി പറയണോ? ഒരിക്കലും ഇല്ല. എന്റെ ജീവൻ നശിപ്പിച്ച നിങ്ങളോട് എനിക്ക് അന്നും ഇന്നും എനിക്ക് പുച്ഛമാന്ന് പറയണം. പിന്നെ തന്റെ ഭീഷണിക്ക് വഴങ്ങി മാറി നിൽക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞ ഇന്ദ്ര. ഇത് പെണ്ണ് വേറെയാണ്, താനെന്നെ മനസ്സിലാക്കാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ പഞ്ഞിക്കിട്ടിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോണം. ആ കാഴ്ച കണ്ടപ്പോൾ ഇന്ദ്രൻ തകർന്നു പോയി. ഇന്ദ്രന്റെ അടുത്ത് സേതു പറഞ്ഞു, അതെ, താൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? താൻ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്നെ അടിച്ചു പുറത്താക്കുമെന്ന്. ഇപ്പൊ പുറത്താകാൻ പോകുന്ന താനാ. ഞാൻ അകത്തും താൻ പുറത്തുവാ. കണ്ടോ ഇന്ദ്ര, ഇനി സംഭവിക്കാൻ പോകുന്ന അതാണ്. അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് കിട്ടുമെന്ന് പറയണം. ഇന്ദ്രൻ തകർന്നുപോയി. ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭ്രാന്ത് എടുത്ത പോലെ ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് സേതുവും പല്ലവിയും കൂടെ നേരെ ഊർമിള വക്കീലിന്റെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. പിന്നീട് വക്കീലിനോട് പറഞ്ഞു, അതെ, കൃത്യസമയത്ത് എന്താണെങ്കിലും പല്ലവി എത്തിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയണം. ഇത് കേട്ടതും ഊർമിള പറഞ്ഞു, ഞാൻ വിചാരിച്ചില്ല പല്ലവി എത്തി അത്ര സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കുന്നു. കഴിഞ്ഞ തവണ പല്ലവി കോടതിയെ ഹാജരാവാതിരുന്നപ്പോൾ തന്നെ എനിക്ക് ആ പടം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിന്റെ കേടും പലിശയും തീർത്തു. അമ്മാതിരിയല്ലേ പല്ലവിയുടെ വാദം. പല്ലവി എന്താണെന്ന് പൊളിച്ചു. പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് പല്ലവി അവിടെ അവതരിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതെന്ന് പറയണം. അത് മാത്രമല്ല, ഇനിയിപ്പം ഇന്ദ്രനെ വിളിക്കും. ഇന്ദ്രനെ വിളിച്ച് അവന് മൊഴി കൊടുക്കുന്ന ഇതുണ്ടല്ലോ, അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ കേസിന്റെ വിധി വരുവുള്ളൂ എന്ന് പറയണം. അപ്പൊ ഇന്ദ്രനും കോടതിയും മൊഴി കൊടുക്കണം. ഇന്ദ്രന്റെ മൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും വിധി വരുന്നത്. ഇത് കേട്ട പല്ലവി പറഞ്ഞ്, പ്രശ്നമാകുമെന്ന് ചോദിക്കാം. എന്ത്? പ്രശ്നം ആവാനൊന്നും പോകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അയാൾക്ക് ഇനി കൂടുതലൊന്നും പറയാനുണ്ടായിരിക്കില്ല. പല്ലവി അത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കൂടുതൽ ഇന്ദ്രൻ എന്താ കോടതി വന്ന് പറയാനുള്ളത്? അയാൾക്കൊന്നും പറയാൻ കാണത്തില്ല. ആ കാര്യം ഓർത്തിട്ട് പല്ലവി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കുകയാണ് ഊർമിള. അപ്പൊ ഇനി നമുക്ക് കാണാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, അപ്പൊ ഇനി പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുമല്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉറപ്പായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല്ലവിനെ സേതുവിനെ സമാധാനിപ്പിച്ച് ഊർമിള വിടുവാണ്. ആ സമയം ഇന്ദ്രൻ കാട്ടൂരാൻ വക്കീലിന്റെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, വക്കീലെ, സത്യം പറ, എന്താ സംഭവിക്കുന്നത്? ഞാൻ തോൽക്കുവോ അതോ ജയിക്കുവോ? എനിക്കത് പറഞ്ഞാൽ മതി എന്ന് പറയണം. അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടാണെങ്കിൽ അവള് സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളൊക്കെ അല്ലേ കൊടുത്തിരിക്കുന്ന ചോദിക്കാം. അതൊന്നും എനിക്കറിയണ്ട. കേസ് തോൽക്കുവോ ജയിക്കുവോ അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയണം. അവസാനം വക്കീല് പറഞ്ഞ് തോൽക്കുമെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചു ഇന്ദ്രന്. എന്താടാ, എന്താ ആലോചിക്കണമെന്നിരിക്കും. ഞാൻ അമ്മയോട് ഇത് എങ്ങനെ ചെന്ന് പറയുമെന്ന് ചോദിക്കാം. എന്ത്? അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഈ കേസ് തോറ്റിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞ അവളുടെ കൈ പിടിച്ച് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമെന്ന്. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാന്ന് പറയും. ഇത് കേട്ടപ്പോൾ കാട്ടൂരൻ വക്കീൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ വേറൊരു വിവാഹം കഴിച്ചാൽ പോരെ, അമ്മയ്ക്ക് അത് പോരേന്ന് ചോദിക്കാം. എന്റെ വക്കീലേ, അതൊന്നും പോരാ. അതെന്താ? എനിക്ക് അവള് തന്നെ വേണമെന്ന് പറയാ. അതെന്താ കാരണം? അവള് തുളസിക്കതിന്റെ നിർമ്മാലയുള്ളവളാ അവളെന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ. അത്രയ്ക്ക് നിർമ്മലതയും പവിത്രതയൊക്കെ ഉള്ളവളാണെങ്കിൽ നീ എന്തിനാടാ ആ തുളസിക്കതിനെ ഒടിച്ചു കളഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഒടിച്ചു കളഞ്ഞെന്നോ? വക്കീലെ ഞാൻ ചോദിക്കുവേതേ. അങ്ങനെയാണെങ്കിൽ ആ തുളസിക്കതിനെ ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ കുറച്ച് ആക്രമണം കൂടിപ്പോയി, അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കുറച്ച് ക്ഷമ കാണിക്കണമായിരുന്നു പറയാം. പക്ഷെ ആ സമയത്ത് ഞാൻ ക്ഷമ കാണിച്ചില്ല. അതുകൊണ്ടാ അവളെ പോലെ പരിശുദ്ധിയായ ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടില്ല. എന്റെ വക്കീലെ, വേറെ കല്യാണം കഴിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കഴിക്കാം. എനിക്കത് വേണ്ടെന്ന് വെച്ചിട്ടാ. ഞാൻ സ്നേഹിച്ച പെൺകുട്ടികളെ, എന്റെ പുറകെ വന്ന പെൺകുട്ടികളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ 200 ബുക്കിന്റെ ഇത് പേജിലൊന്നും തീരത്തില്ല. അമ്മാതിരിയുണ്ട്. എനിക്ക് അവൾമാരെ ഒന്നും വേണ്ട വക്കീലെ. പക്ഷെ ഇത് സ്പെഷ്യലാണ് പല്ലവി. അവൾമാരെ പോലെ ഒന്നും അല്ല പല്ലവി. പല്ലവിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ, അത്ര നല്ല പവിത്രതയുടെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ എനിക്ക് ഈ ജന്മത്ത് സാധിക്കില്ല എന്ന് പറയണം. വക്കീൽ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്ദ്രൻ അവസാന ശ്രമം നടത്തും. എന്താണെങ്കിലും കേസ് കോടതി വരുന്നതിന് മുമ്പ്, അല്ല കേസ് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് എനിക്ക് എന്ത് വേണം ചെയ്യാലോ. അതിനു മുമ്പ് ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ. ഒരു കാരണവശാലും ഡിവോഴ്സ് ആകാൻ പോകുന്നില്ല എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വക്കീൽ വെച്ച്, നീ എന്ത് ചെയ്യാൻ പോവാ? അത് കാത്തിരുന്ന് വക്കീല് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുവാണ്. ആ സമയം രാജലക്ഷ്മി ആണെങ്കിൽ ആകെപ്പാടെ വിശന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇവറ്റോളത് എവിടെ പോയതാ? കുറെ സമയമൊക്കെ രാജലക്ഷ്മി വിശപ്പ് പിടിച്ചു കടന്നു. അവസാനം രാജലക്ഷ്മി എന്ത് ചെയ്യണം? എഴുന്നേറ്റ് ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. പതുക്കെ എഴുന്നേറ്റു. ഇത്രയും ദിവസം അടവ് അഭ്യാസം എന്ന് കാണിച്ചുകൊണ്ടിരുന്നേ, കാല് വേലെന്നും പറഞ്ഞോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടവ് കാണിക്കേണ്ട ആവശ്യമില്ല, നടക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? പതുക്കെ അങ്ങോട്ട് പോയി നോക്കി, ആരെയും കാണുന്നില്ല. ഓ, അപ്പൊ ഇനി ഓടിപ്പോയി അടുക്കളയിലേക്ക് പോയി ഫുഡ് എന്തെങ്കിലും നോക്കാം എന്ന് കരുതി അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കാസ്ട്രോളൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ദോശയും ചമ്മന്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. ദോശയെങ്കിൽ ദോശ. ആ കാസ്ട്രോളോട് കൂടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചമ്മന്തിയും കൂടി ഒഴിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആലോചിച്ച്, ആരെങ്കിലും വന്നാലോ, അപ്പുറത്ത് പോയിരുന്ന് കഴിക്കാം. പക്ഷെ അഭിനയിച്ചുകൊണ്ട് പോവാം, ഇങ്ങനെ കടന്നു വന്നാലോ. ഇത്തിരി അഭിനയിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആരെയും കാണുന്നില്ല. അന്നെങ്കിലും ഓടിപ്പോവാന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ഓടിപ്പോയി അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. ഇത് കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന പാറു കണ്ടു. അപ്പൊ ഇവരുടെ കാലിനൊരു കുഴപ്പമില്ലേ? അപ്പൊ കാലിന് കുഴപ്പമുണ്ട്, വീണിട്ട് കാലും കൂടെ നടക്കത്തില്ല എന്നും പറഞ്ഞിരുന്നിട്ട്, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അന്നാ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തന്നെ വിശ്വത്തെ വിളിക്കുകയാണ് പാറു. വിശ്വ ഇറങ്ങി വന്നു. എന്താ പാറു, എന്താ കാര്യം എന്നൊക്കെ വിശ്വം ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാറു പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. കുഴപ്പമില്ലെന്നോ? അതെ, നല്ല പയറുമണി വല ഓടിച്ചാടി നടക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് കാര്യം വേലാന്ന് പറഞ്ഞിട്ടോ? അതൊക്കെ ഒരു അടവല്ലേന്ന് ചോദിക്കുകയാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. തന്നെ പോയി അടുക്കളയിൽ പോയി എടുത്തോണ്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുക. ഓടിച്ചാടിയാ നടക്കണേന്ന് പറയാം. ഓഹോ, അല്ല അമ്മ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചെയ്തേ? എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനായിട്ട്. അതെ, അടുക്കളപ്പണി ചെയ്യിക്കാനായിട്ട്. എനിക്ക് ഈ അടുക്കളപ്പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. അങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിനൊരു തിരിച്ചു പണി കൊടുക്കുമെന്ന് പറയാണ്. എന്ത് പണി? എന്നാൽ ഒന്നാന്തരം പണി തന്നെ ഞാൻ കൊടുക്കും. വിശ്വം വെറുതെ വിടത്തില്ല. വിശ്വം എന്നോടൊപ്പം നിൽക്കില്ലെന്ന് ചോദിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഉറപ്പായിട്ട് നിൽക്കും. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കൊണ്ടു വെച്ചതിന് ശേഷം അവിടെ വന്ന് സെറ്റ് ചെയ്ത് വന്ന് വീണ്ടും കിടക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒന്നും അറിയത്തില്ലാത്ത മട്ടി പാറു വന്നു. പാറു വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടമ്മ വേദന? ഓ, എൻ്റെ മോളെ ഭയങ്കര വേദന, ഒരു രക്ഷയില്ലെന്ന് പറയണം. ആണോ? ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. എന്താ മോളെ? നല്ലൊരു ചികിത്സാ രീതി ഉണ്ട്. അമ്മ എണീറ്റ് ഓടി നടക്കുന്ന ചികിത്സാ രീതി. ആണോ? അതെന്ത് ചികിത്സയാ മോളെന്ന് ചോദിക്കും. അതെ, അക്വ പഞ്ചറിങ് ആന്ന് പറയണം. അക്വ പഞ്ചർ അതെന്താ സംഭവം? അത് പിന്നെ അതൊരു ചികിത്സാ രീതിയാ, അത് ചെയ്യണം എന്ന് പറയണം. എന്തായാലും കുഴപ്പമില്ല, അത് ചെയ്യാന്ന് പറയണം. അമ്മ അത് ഞാൻ ചെയ്യാം, ഞാനിത് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. മോള് പഠിച്ചിട്ടുണ്ടോ? അതെ, എനിക്കതറിയാം, ഞാൻ ചെയ്യുന്ന. നമുക്ക് പെട്ടെന്ന് ഭേദമാകും, അമ്മയുടെ വേദനയും കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറയണം. ആണോ? അന്നൊരു കാര്യം ചെയ്യും, മോള് ചെയ്തോളാം പറയണം. അങ്ങനെ പാറു പോയി അത് ചെയ്യാനുള്ള ആ ടൂൾസൊക്കെ എടുത്തോണ്ട് വരികയാണ്. അങ്ങനെ മുട്ടുസൂചിയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ചോദിച്ചു, ഇതെന്തിനാ മോളെ ഇതൊക്കെ? അമ്മ ഈ മുട്ടുസൂചിയൊക്കെ അടിച്ചു കയറ്റണം കാലയില്. മുട്ടുസൂചിയോ? അതെന്തിനാ? എന്നാലും ശരിയാകത്തുള്ളൂ. ഇതേ 10-100 മുട്ടുസൂചി അടിച്ച് കാലയിലേക്ക് അങ്ങോട്ട് കയറ്റു എന്ന് പറയണ. രാജലക്ഷ്മി ഒരു നിമിഷം ഞെട്ടി. മുട്ടുസൂചി വേണ്ട വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വിശ്വം അങ്ങോട്ടേക്ക് വന്നു. വിശ്വം വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് കാലിന് വേദന മാറണ്ടേ? വേണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ആ കാലം ഇങ്ങോട്ട് നീട്ടിക്കേ. പാറു, നീ ആ മുട്ടുസൂചി എല്ലാം കൂടെ അടിച്ചു കയറ്റാൻ പറയണം. ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പാറുവിനറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി എണീറ്റ് ഓടൂന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ.
ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.